Hi friends, I am baby. Welcome to my channel Baby Stays Hut. I am non-veg item. Fish Kondattam channel subscribe bell icon press video recipe fish kondattathinu vendite ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മോദ എന്ന് പറയുന്ന ഫിഷിന്റെയാണ്. നമുക്ക് ഇത് കഷ്ണം മീനാണെങ്കിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ആദ്യം തന്നെ എടുത്തൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന 1/2 കിലോ ഈ ഒരു മോദ ഫിഷിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും, അത്രേ ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഫിഷിന്റെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക. അപ്പൊ ഞാനിവിടെ 1/2 കിലോ എടുത്തിരിക്കുന്നത്, അതിനുള്ളതിനുള്ള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഈ ഫിഷ് കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാന്താരി മുളകൊക്കെ വാങ്ങാൻ കിട്ടുന്ന സമയത്ത് ഉണക്കി പൊടിച്ച് വെക്കാറുണ്ട്. അത് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാന്താരി മുളക് ഉണക്കി പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. പിന്നെ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് ഇളക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഈ കാന്താരി മുളക് ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഈ മുളക് കിട്ടാത്ത സമയത്ത് വേണമെങ്കിൽ മീൻ പീരയോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ചമ്മന്തി ഉടയ്ക്കണമെങ്കിലും കാന്താരി മുളകിൻ്റെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഈ പൊടി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കാന്താരി മുളക് കിട്ടുമ്പോൾ അത് എവിടെ നിന്നായാലും കിട്ടുമ്പോൾ വാങ്ങിച്ച് ഉണക്കി വെക്കാൻ നോക്കുക. ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ അത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി അത് അവിടെ നന്നായിട്ട് അത് മാരിനേഷൻ പിടിക്കുന്നത് വരെ ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് റവയുടെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ കുറച്ചൊരു വെജിറ്റബിൾ പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇച്ചിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പറമ്പിൽ തന്നെയുള്ള ചെക്കുർമാണിസ് ചീര, മൈസൂർ ചീര എന്ന് ചിലവർ പറയും, ആ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഓഗസ്റ്റ് 15th ഒക്കെ ആണല്ലോ, അപ്പം നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു കളറിൽ ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പം നമ്മൾ ആ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി അത് 3 ബൗളിലേക്ക് എടുത്തിട്ട് ഒരെണ്ണത്തിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും അടുത്തതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീരയും കൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിലുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് അത് കുറച്ച് ക്രിസ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അതും കൂടെ ഇട്ടിട്ട് അതിന് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. നന്നായി ചൂടായി, അതിനേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഓരോരോ കഷ്ണമായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് 1/2 കിലോ ഫിഷ് ഉള്ളത് കൊണ്ട് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 or 3 പ്രാവശ്യമായിട്ടായിരിക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വശം നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. കഷ്ണം മീൻ ആയതുകൊണ്ട് 2 സൈഡും വേവണമല്ലോ, തിരിച്ചിട്ട് കൊടുക്കണം. ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഈ ഒരു പരുവത്തിനാവുമ്പോഴാണ് നമ്മളത് കോരുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കോരിയെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ രണ്ടാമത്തെ നമ്മൾ ഇടേണ്ടതാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്ത് കോരിയത്. കണ്ടോ, ഇപ്പോൾ ഇതാ നമ്മളത് സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ആദ്യം തന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും ഏകദേശം ഒരു 4-5 വെളുത്തുള്ളി നല്ലതുപോലെ തൊലിയോടുകൂടെ തന്നെ കഴുകി ചതച്ചതും, 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, 2 എണ്ണ എടുത്തിട്ടുള്ളൂ. കാര്യം നമ്മൾ മുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും കാന്താരി മുളകിൻ്റെ പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ അതിൻ്റെ പച്ചപ്പ് നന്നായി മാറിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു ഇടത്തരം 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴലട്ടെ. ഞാൻ സവാളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഫിഷ് ആയതുകൊണ്ട് ഒത്തിരി വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉണക്ക കാന്താരിയുടെ പൊടിയും ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചതച്ച മുളകിൻ്റെയും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ഒരു 1-2 മിനിറ്റും കൂടെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി ഒരു കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇടുവാണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ തക്കാളിക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇടുക. ഏകദേശം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം തക്കാളി നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും അത്ര തന്നെ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം നന്നായി വഴറ്റി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇനി നമ്മൾ ചേർത്തിട്ട് ഇളക്കാൻ പോവാണ്. ഇതാ ഫ്രണ്ട്സ്, നമ്മളുടെ സൂപ്പർ നോൺ വെജ് ഐറ്റം ആയ ഫിഷ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫിഷിൻ്റെ പല വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഏറ്റവും അടുത്ത് തന്നെ ഇനി നല്ല കഷ്ണമീൻ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും ഈ പുട്ടിൻ്റെ കൂടെ ഇത് അടിക്കാൻ പോവുകയാണ്. ഇത് നല്ല അടിപൊളി നമ്മളെ ഫ്ലാഗിൻ്റെ കളറിൽ പുട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. എൻ്റെ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.